ശരി ഡാനി, നമുക്കറിയാം കഴിഞ്ഞ ദിവസം ഈ കോടതി മുറിയിൽ അതിജീവിത നേരിട്ട അപമാനങ്ങൾ എന്താണ് എന്ന് തുറന്നു പറയും. അത് ഈ വിധി വരുന്ന ദിവസം തന്നെ താൻ തുറന്നു പറയുമെന്ന് അതിജീവിതയുടെ അഡ്വക്കേറ്റ് ആയിട്ടുള്ള TB മിനി പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഒരുപാട് ഈ നാട് മുഴുവൻ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുമ്പോൾ പോലും കോടതി മുറിയിൽ തനിക്ക് അതിജീവിതയ്ക്ക് ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് അഡ്വക്കേറ്റ് പറയുമ്പോൾ ഇന്ന് അത്തരത്തിലൊരു പ്രതികരണം അവരുടെ ഭാഗത്ത് നിന്ന് വരാനുള്ള സാധ്യത ഇത്രമാത്രമുണ്ട്. ഭവ്യ, ഇതിൽ കൃത്യമായി അവർ അത് 8-ാം തീയതി അന്ന് കേസ് പരിഗണിച്ച് പുറത്തു വരുമ്പോൾ കേസിൽ കുറ്റക്കാരെന്ന് കണ്ട 6 പേർ കുറ്റക്കാരെന്ന് കണ്ടെന്നു, മറ്റു പ്രതികളെ വിട്ടയക്കുന്നു, ഇതെല്ലാം പറഞ്ഞു വരുമ്പോൾ തീർച്ചയായും അഡ്വക്കേറ്റ് TB മിനി അന്ന് ഒരു നിരാശ തന്നെ കലർന്ന മട്ടായിരുന്നു. അതിനാൽ അവരോട് പ്രതികരണം തേടുമ്പോൾ ഇപ്പോൾ താൻ പ്രതികരിക്കാനില്ല, ഇനി പക്ഷെ തനിക്ക് പറയാനുണ്ട്, അത് പറയാനുള്ളത് കൃത്യമായ സമയത്ത് തന്നെ അത് പറയുകയും ചെയ്യും. അത് കോടതി ഈ കേസിൽ വിധി പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു വിധി പകർപ്പ് ലഭിച്ചതിന് ശേഷം താനത് കൃത്യമായി അത് പറയുകയും ചെയ്യും. അവരത് പറയുമ്പോൾ അവരത് സൂചിപ്പിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് അത്രയും അതിജീവിത ഈ കോടതിയിൽ അതിജീവിതയ്ക്ക് ഈ വിചാരണയ്ക്കിടെ നേരിടേണ്ടി വരും ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ അടക്കം അവർ കടന്നു പോയിട്ടുണ്ട്. കാരണം നിസ്സാരമായ ഒരു ട്രോമയല്ല അവർ അനുഭവിച്ചതെന്നത് പറയുന്നു. കാരണം ഈ കാലം അത്രയും അവരെ ഈ വിചാരണ കാലയളവ് അടക്കം നീണ്ടുപോകുന്നു. ഇതിനിടയിൽ പല രീതിയിൽ തന്നെ അവരൊരു കോടതിയിൽ തന്നെ വാദപ്രതിവാദങ്ങളടക്കം ഉണ്ടാകുന്നു. പലപ്പോഴും ഈ കാര്യങ്ങൾ എന്താണ് തനിക്ക് സംഭവിച്ചത് എന്നതടക്കം ഈ കോടതി നടപടികളുടെ ഭാഗമായിട്ട് തന്നെ പലപ്പോഴും തന്നെ അത് പറയേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം അവരൊരു വല്ലാത്ത മാനസിക സംഘർഷത്തിലേക്കെല്ലാം തന്നെ പലപ്പോഴും എത്തിക്കുന്ന അവസ്ഥയെല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തനിക്ക് പലതും തന്നെയും തനിക്ക് പറയാനുണ്ട്. അവരുടെ അഭിഭാഷക എന്ന രീതിയിൽ തന്നെ പല കാര്യങ്ങളും തനിക്ക് ഇതുമായി ബന്ധപ്പെടുത്തി പറയാനുണ്ട്. തീർച്ചയായും താനത് പറയും എന്നത് അഡ്വക്കേറ്റ് TB മിനി വ്യക്തമാക്കുന്നു. അവരൊരു പ്രതികരണം ഇതിനു ശേഷം ആരോടും തന്നെ അവരൊരു പ്രതികരണത്തിലേക്കൊന്നും പോയിട്ടില്ല. കാരണം കുറച്ചുകൂടി ഈ കാര്യങ്ങളിൽ അവർ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് പ്രോസിക്യൂഷന്റെ ഒരു ഭാഗം എന്ന രീതിയിൽ തന്നെ അതിജീവിതയുടെ ഒരു അഭിഭാഷക എന്ന രീതിയിൽ തന്നെ ഈ കേസിലെ പ്രതികൾ എല്ലാവരും തന്നെ ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന രീതിയിൽ തന്നെ ഒരു നിഗമനമായിരുന്നു അവർക്കടക്കം ഉണ്ടായിരുന്നു, പലർക്കും തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കോടതിയുടെ കണ്ടെത്തലുകൾ അത് ആ രീതിയിലുള്ളതാണ്. കോടതി ഇക്കാര്യങ്ങളിലുള്ള കോടതിയുടെ നിഗമനവും എല്ലാം തന്നെ ഒരു അന്തിമമാണ്. കോടതിക്ക് മുന്നിൽ വന്ന തെളിവുകളും സാഹചര്യങ്ങളും സാക്ഷികളും എല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കോടതി ആ രീതിയിലേക്ക് പോകുന്നത്. സ്വാഭാവികമായ നടപടിയാണ്. അപ്പോൾ അതിജീവിതയുടെ ഒരു അഭിഭാഷക എന്ന രീതിയിലാണ് അവർ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത്. തനിക്ക് പറയാനുള്ളത്, തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ അത്രയും താൻ ഇന്ന് വ്യക്തമാക്കും. ഒരുപക്ഷെ ഇന്ന് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷമായിരിക്കും അത്തരം കാര്യങ്ങളിലേക്ക് പോകുക. ഇതിൽ പ്രോസിക്യൂഷൻ ഇനി മുന്നോട്ട് പോകേണ്ട കോടതി നടപടികളുടെ ഒരു തുടക്കം, അടുത്ത ഘട്ടത്തിന്റെ ഒരു തുടക്കം എന്നെല്ലാം തന്നെ ഈ ദിവസത്തെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇതിൽ കൃത്യമായ ഒരു അപ്പീൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുമെന്നത് പ്രോസിക്യൂഷന് വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ തന്നെ അത് കൃത്യമായും ഔദ്യോഗികമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിജീവിതയ്ക്ക് പൂർണ്ണമായും നീതി ലഭിക്കും വരെ അവർക്കൊപ്പം തന്നെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഹൈക്കോടതിയിലേക്കും തുടർന്ന് മേൽക്കോടതികളിലേക്കും എല്ലാം തന്നെ അവർക്ക് അനുകൂലമായ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ കോടതി വിധിയിൽ അവർക്ക് മുഴുവൻ പേരും അത് ശിക്ഷിക്കപ്പെടും വരെയോ എല്ലാം തന്നെ അത്തരം കാര്യങ്ങളിലേക്കെല്ലാം തന്നെ നീണ്ടുപോയേക്കാം. മേൽക്കോടതികൾ ഉണ്ട് എന്ന കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ചിലർ പ്രതികരണം നടത്തിയത് ഈ കോടതിക്ക് മുകളിലും മറ്റു കോടതികൾ ഉണ്ട്, അതിനുശേഷം മാത്രമേ ഒരാൾ നിരപരാധി എന്ന് പറയാൻ കഴിയൂ എന്നതെല്ലാം തന്നെ പറഞ്ഞത്. അപ്പോൾ ഇതൊരു തുടർച്ചയാവാം ഭവ്യ. കാരണം നീണ്ടുപോകുന്ന വ്യവഹാരങ്ങളുടെ ഒരു തുടർച്ച ഒരുപക്ഷെ ഇന്ന് കോടതി വിധിയോടുകൂടി തന്നെ, ഇന്ന് ശിക്ഷാവിധിയോടുകൂടി തന്നെ ഉണ്ടായേക്കാം. കാരണം കോടതി വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ അടക്കമുണ്ടാകുമെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിജീവിതയുടെ അഭിഭാഷക അഡ്വക്കേറ്റ് TB മിനിയും ഈ കോടതി വിധിപ്പകർപ്പ് കിട്ടിയതിന് ശേഷം അത് നോക്കിയതിന് ശേഷം താൻ പ്രതികരിക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് സ്വാഭാവികമായും തന്നെയും ഈ മറ്റു പ്രതികളെ, ദിലീപ് അടക്കമുള്ള പ്രതികളെ കുറ്റവിമുക്തമാക്കിയത് എന്ത് കാരണങ്ങളാലാണ്, ഏത് കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് നിഗമനങ്ങളിലാണ് എത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശകലനം ചെയ്തുകൊണ്ടായിരിക്കും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ 6 പ്രതികൾക്ക് എന്തു ശിക്ഷ ലഭിച്ചു എന്ന് കേരളം ഒരുപോലെ കാത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ്
എന്ത് കാരണങ്ങൾ കൊണ്ട് ദിലീപ് അടക്കമുള്ള പ്രതികൾ ഈ കേസിൽ നിന്ന് കുറ്റവിമുക്തരാക്കപ്പെടുന്നു എന്നത് രണ്ടും ഒരേപോലെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപോലെ ഈ കോടതിയിൽ നിന്ന് അറിയാൻ കഴിയും എന്ന് തന്നെയാണ് കരുതുന്നത്. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രണ്ട് കാര്യങ്ങൾക്കാണ് ഇന്ന് വ്യക്തത വരേണ്ടത്. ഒന്ന്, ഒന്നാം പ്രതിയായ പൾസർ സുനി മുതലുള്ള 6 പ്രതികൾക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കാൻ പോകുന്നത്? പരമാവധി ശിക്ഷ തന്നെ ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിക്കുമോ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മറ്റത്, അതേപോലെ തന്നെ കേരളം ആകാംക്ഷയോട് കാത്തിരിക്കുന്നത് എന്താണ് ആ വിധി പകർപ്പിൽ പറയുന്നത്? എന്തുകൊണ്ടാണ് ദിലീപ് അടക്കമുള്ള 8 മുതൽ അങ്ങോട്ടുള്ള പ്രതികൾക്ക് അവർ കുറ്റവിമുക്തരായത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരമാണത് ആ വിധി പകർപ്പിൽ ഉണ്ടാകും. അതറിയാനാണ് കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത്. 11 മണിക്ക് കോടതി നടപടികൾ ആരംഭിക്കും. ആ സമയത്ത് നമുക്ക് കൃത്യമായി ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം.